നിലവാരം പുലർത്തുന്ന ഒരു രംഗമാണ്. അത് സാധാരണഗതിയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നന്നായി പ്രയോജനപ്പെടുത്തി എല്ലായ്പ്പോഴും പാർലമെന്ററി പ്രവർത്തനത്തെ ഏറ്റവും ജനാധിപത്യവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്ന ഒരിക്കലും അത് സാധാരണഗതിയിൽ ഒരു പ്രതിപക്ഷവും അത് തടസ്സപ്പെടുത്താറില്ല. ഇവിടെയാവട്ടെ ഇന്നെടുത്ത സമീപനം മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലുള്ള നോട്ടീസോ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പോ ഒന്നുമില്ലാതെ ചോദ്യോത്തരവേളയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ എടുത്തു വന്ന അടിയന്തര പ്രമേയങ്ങളിലെല്ലാം തങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളതുകൊണ്ട് അവർ ഈ രംഗത്ത് പുതിയൊരു രൂപത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള ഒരു ശ്രമം നടത്തിയതിന്റെ പാഴ്വേലയാണ് ഇന്ന് സഭാതലങ്ങൾ കാണുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും എനിക്കും നിങ്ങൾക്കും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം അറിയാം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ നിലനിൽക്കുന്ന ഒരു വിഷയം. മുമ്പ് സ്പീക്കർ അവരുടെ അനുമതി നിഷേധിച്ചത് ആ കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കോടതി ആ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. 30-ാം തീയതിക്കകം റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. സെപ്റ്റംബർ 30. ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കോടതി ഈ കാര്യത്തിൽ ഉണ്ടായ സംശയത്തോടു കൂടിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം വിജിലൻസ് SP-യെയും ടീമിനെയും ചുമതലപ്പെടുത്തി. ആ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നാളെയോടുകൂടി റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് നമ്മൾ അറിഞ്ഞു കേട്ടത്. ഇത്തരമൊരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിയിൽ വരേണ്ടതുള്ളതുകൊണ്ട് 1998 വിജയമല്ലി ഇത് സമർപ്പിച്ച ഘട്ടം മുതൽ ഉള്ള കാര്യങ്ങളെ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന പ്രൊപ്പോസൽ സ്റ്റാൻഡിംഗ് കൌൺസിൽ മുഖാന്തരം കോടതിയുടെ മുമ്പിൽ ധരിപ്പിക്കാൻ അവർ തീരുമാനമെടുത്ത് കൊടുക്കുകയും ചെയ്തു. ആ സമഗ്രമായ അന്വേഷണം കൃത്യമായി ഗവൺമെന്റുമായി തന്നെ ആശയവിനിമയം നടത്തി ഞങ്ങൾ നിർദ്ദേശിച്ചു. കൃത്യമായി ഇത് വെളിയിൽ വരണം. ഒന്നുകിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസിലെ ക്രൈംബ്രാഞ്ച്, അല്ലെങ്കിൽ വിജിലൻസ്, ഏത് തരത്തിലുള്ള ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കുന്ന ഈ ഉന്നതതല ഒരു ടീം ഇത് അന്വേഷിച്ച് ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് വെളിയിൽ വരണം. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കൌൺസിൽ മുഖാന്തരം കോടതിയെ ധരിപ്പിക്കാൻ തീരുമാനമെടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ ഇന്നലെ റിപ്പോർട്ടോടെ കൊടുത്തു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവുകൾ വരും. ഒരു കാര്യം ഇവിടെ നിങ്ങൾ പ്രത്യേകമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് ശ്രദ്ധപ്പെടുത്തുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം, പ്രത്യേകിച്ച് സ്വർണം വെള്ളി വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴെല്ലാം കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ അത്തരം കാര്യങ്ങളിൽ അവർക്ക് തീരുമാനമെടുത്ത് പോകാൻ മുന്നോട്ട് കഴിയൂ. കോടതിയുടെ അനുമതി വാങ്ങിച്ചുകൊണ്ട് മാത്രമേ ആ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ കഴിയൂ. അതുപോലെ പൊതുമരാമത്തിൻ്റെതാണെങ്കിൽ ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ളതെല്ലാം കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ കഴിയൂ. അപ്പൊ യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണരംഗത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നല്ല നിരീക്ഷണവും അതോടൊപ്പം തന്നെ ഇടപെടലും എല്ലായ്പ്പോഴും ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഒരു വിഷയത്തിൽ ഉത്തരവിട്ട് അന്വേഷണം തിരിച്ചു വാങ്ങുന്നതിന് അതിനു പുറമെ മറ്റൊരു ഉത്തരവ്, അത് വിശ്വാസമില്ലാത്ത രൂപത്തിൽ ഗവൺമെന്റ് മറ്റൊരു ഉത്തരവിടുന്നത് സാമാന്യ നീതിക്ക് നമുക്കറിയാം നമുക്ക് യുക്തിക്ക് യോജിക്കുന്നതല്ല. അതുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ആ ഉത്തരവിന് വിധേയമായി ഏത് തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് പോകാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം യഥാർത്ഥത്തിൽ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട കാര്യം. യഥാർത്ഥത്തിലെ പ്രശ്നം ഇവിടെ ഉന്നയിക്കപ്പെട്ടത് 2019-ലെയാണ്. 2019 ഇത് പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തയച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിദ്വാന്റെ കയ്യിലാണ്. ഈ വിദ്വാൻ തന്നെയാണ് ഇപ്പോ ഏതാണ്ട് നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന്റെ 3 ദിവസം മുമ്പ്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 17-ാം തീയതി ഒരു ചാനൽ മുഖാന്തരം 4 കിലോ കാണാനില്ല എന്ന് പറയുന്ന ആ സംശയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ സംശയം അത് കൃത്യമായി കോടതി നിരീക്ഷിക്കുകയും കോടതി അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ് പരിശോധിച്ചപ്പോൾ, വിജിലൻസ് പരിശോധിച്ചപ്പോൾ കണ്ടെടുത്ത് വിടുന്ന ഈ ആക്ഷേപം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഇതെടുത്തത്. ആ സഹോദരിയുടെ വീട്ടിൽ എങ്ങനെയാണ് എത്തിയത്? വിജിലൻസ് തന്നെ വിശദീകരിച്ചതനുസരിച്ച് വാസുദേവൻ എന്ന് പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ
അടുത്ത മിത്രമായ അല്ലെങ്കിൽ കൂട്ടുകച്ചവടക്കാരനായ വാസുദേവന്റെ കയ്യിലാണ് ഇത് സൂക്ഷിക്കാൻ കൊടുത്തിരുന്നത്. 4 വർഷമായി. ആ 4 വർഷത്തിന് ശേഷം ഇത് പുറത്തു വരുന്ന എപ്പോഴാണ്? ഇത് സംബന്ധിച്ച് കോടതി ഉത്തരവിട്ട് വിജിലൻസ് അന്വേഷണം വന്നതിന് ശേഷം. അപ്പോ ആ വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ വാസുദേവൻ ഇപ്പൊ കൊടുത്ത വിജിലൻസിന്റെ മൊഴി, വിജിലൻസ് വിശദീകരിച്ച റിപ്പോർട്ട് നാളെ കോടതി കൊടുക്കുന്നുണ്ടല്ല, നമുക്കത് വെളി വരും. അപ്പൊ കാര്യങ്ങളെല്ലാം അറിയാം. ഏതായിരുന്നാലും കണ്ടെടുത്തത് പരാതി ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. അവിടെ എന്തായിരുന്നാലും ഭരണപക്ഷത്തു നിന്ന് ആരും കൊണ്ട് ഇത് വയ്ക്കില്ല. ഈ പറയുന്ന പ്രതിയാകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഭരണകക്ഷിക്കാരെന്ന് കൊണ്ട് കൊടുക്കൂ. അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഒരു പ്രശ്നത്തെ കാണുന്നതിന് പകരം പുതിയ സാഹചര്യത്തിൽ എന്തോ സംഭവിച്ചു എന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രചരണം ഉയർത്തിക്കൊണ്ടുവരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ വലിയ രൂപത്തിലുള്ളൊരു മേന്മ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉന്നയിച്ച കാര്യങ്ങളിൽ വരികയും അത് ഭക്തജനങ്ങളിൽ സ്വീകാര്യത ഉറപ്പാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിന്റെ ശോഭ കെടുത്താൻ കഴിയുമോ എന്നൊരു പാഴ്ശ്രമത്തിന്റെ പാഴ്വേലയാണ് യഥാർത്ഥത്തിൽ പുതിയതായി ഇപ്പോഴത്തെ പ്രശ്നം എന്ന രൂപത്തിൽ അത് അവതരിക്കും. ഇപ്പോഴത്തെ പ്രശ്നം കോടതി അംഗീകരിച്ചു. നിങ്ങൾ ആ റിപ്പോർട്ട് എടുക്ക്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2025 കൊടുത്തയച്ച വിഷയത്തെ സംബന്ധിച്ചോളം കൃത്യമായി പ്രോപ്പറായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒന്ന്, അത് തീരുമാനം എടുക്കുന്നത് തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്തതിന് സംബന്ധിച്ച് കൃത്യമായി അജണ്ടകൾ വെച്ച് ചർച്ച ചെയ്ത് ശാസ്ത്രീയമായ നിലപാടുകൾ സ്വീകരിച്ച് ക്യാമറയിലാണ് ഇത് കൃത്യമായി പകർത്തിക്കൊണ്ടാണ് ഇത് എടുക്കുന്നത്. അത് എടുക്കുന്ന സമയത്ത് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, ശാന്തിമാരുണ്ട്, തന്ത്രികളുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട്, സെക്യൂരിറ്റിക്കാരുണ്ട്, ദേവസ്വം പോലീസുണ്ട്, വിജിലൻസ് ഉണ്ട്. ഇതെല്ലാം ക്യാമറയിൽ പകർത്തി കൊണ്ടുപോകുന്നതും ആ തരത്തിൽ യൂണിഫോംധാരികളായ ആളുകളുടെ കയ്യിൽ കൊണ്ടുപോയി സ്ഥലത്ത് കൃത്യമായി ചെയ്തതിനു ശേഷം തിരിച്ച് ഈ സംശയം ഉന്നയിച്ചപ്പോ കോടതി പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ട് കണ്ടപ്പോൾ കോടതി അത് പ്രോപ്പറാണ്, അത് അംഗീകരിക്കുകയും ചെയ്തു. അതെ, ഇത് രണ്ടും നിങ്ങൾ മറക്കണം, രണ്ടും നിങ്ങൾ ഇറക്കണം, രണ്ടും മനസ്സിലാക്കണം. അല്ല, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും. ഇപ്പൊ നിങ്ങൾ അതിനിടയ്ക്ക് ചെയ്ത് നിങ്ങൾ താല്പര്യത്തിലേക്ക് പോവാതെ ഞാൻ ഗവൺമെന്റിന് പറയാനുള്ളത് നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉന്നയിക്കും. ഞാൻ പറയാം. ഈ കാര്യത്തെ സംബന്ധിച്ചോളം കോടതി ഈ കാര്യത്തിൽ ഇത് പ്രോപ്പറാണ് എന്ന് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതേസമയത്ത് സംശയ കോടതി ഉന്നയിച്ചത് 2019 ഈ കൊണ്ടുപോയെ സംബന്ധിച്ച് 4 കിലോഗ്രാം ഈ വെയിറ്റ് കാണാനില്ലാത്ത പക്ഷെ അതാണ് ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. അപ്പൊ വളരെ കൃത്യമല്ല കാര്യങ്ങൾ. 2019 കാര്യമാണ്, അതിനുശേഷമുള്ള സംഭവങ്ങളില്ല. അപ്പോ ഈ കാര്യങ്ങൾ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ച് ഏതോ പുതിയ സംഭവം ഇപ്പോൾ ഉണ്ടായ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. അപ്പൊ നമുക്കറിയേണ്ടത് 1998 വിജയമല്ലിയിൽ സമർപ്പിച്ച ഘട്ടം മുതൽ ഇതുവരെയുള്ള 2025 വരെയുള്ള മുഴുവൻ കാര്യങ്ങളും സമഗ്രമായി അന്വേഷിച്ച് കൃത്യമായി അത് വെളിയിൽ വരണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അത് കോടതിയെ അറിയിക്കും. ബഹുമാനപ്പെട്ട കോടതിയാണ് അത് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ കേസെടുത്ത് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത്. ചോദിച്ചോ? അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല. സന്തോഷം കേട്ടോ നിങ്ങൾ. അയ്യോ, പറഞ്ഞതിലേറെ സന്തോഷം. ഏതായാലും ഞാൻ പൂർണ്ണമായി അതിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോ നമ്മൾ പറഞ്ഞതിനോടത്ത് എത്തി കാര്യം. ഞാനിത് പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്നതിന്റെ ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടണമെന്ന് വിചാരിച്ചത് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറയാൻ പറ്റില്ല. നിങ്ങൾ ഏതായാലും ചൂണ്ടിക്കാണിച്ചത് നന്നായി, ഏറെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരം ഒരു നിലപാടിലേക്ക് വന്നു. ഈ കാര്യത്തെ കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. ഈ സമഗ്രമായ അന്വേഷണം നടത്തി ബാക്കിയുടെ വെളിയിൽ വരുമ്പോഴേക്ക് നമുക്ക് ഈ കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും. 98 മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് ഒന്നൊന്നായി പുറത്തു വരട്ടെ. അപ്പൊ ആരൊക്കെയാണ്? അപ്പൊ ഇത്തരൊരു അന്വേഷണം നടക്കരുതെന്നുള്ള ഉദ്ദേശമുള്ള ആളുകളും അതോടൊപ്പം തന്നെ മുമ്പ് കിട്ടിയ അയ്യപ്പ സംഗമത്തിന്റെ മേൽക്കൊന്ന് കെടുത്താൻ കഴിയുമെന്നതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന പരിശ്രമത്തിന്റെ രൂപത്തിലേക്കുമാണ് ഇത് കടന്നു വന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. തെറ്റായ രൂപത്തിൽ പ്രതിപക്ഷം ഈ കാര്യത്തെ വ്യാഖ്യാനിച്ചു, തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നു, അടിസ്ഥാനരഹിതമായ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. അത് കൃത്യമായി ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിലൂടെ പുറത്തു വരട്ടെ. നമ്മൾ സന്തോഷപൂർവ്വം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. നല്ല അന്വേഷണം നടക്കട്ടെ, അതുമായി പൂർണ്ണമായും സഹകരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ 2019 കൊണ്ടുപോയ ആ സ്വർണമുണ്ടോ ഇതുണ്ടോ എന്നൊക്കെയുള്ള തർക്കം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കോടതി പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുക. അപ്പൊ മുഴുവൻ ഒരു വെളിയിൽ
ഇപ്പൊ ഇവരുടെ ഇന്റർനെറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ബഹുമാനപ്പെട്ട കോടതി ഈ ഉത്തരവ് വിട്ടത്. ഇത് നമ്മൾ ആഗ്രഹിച്ചത്, ഇത് നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, നമുക്ക് കൃത്യമായി ഇപ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അന്ന് ഈ വിജയവല്ലി കൊടുത്തതിൽ സ്വർണം പൂശിയിട്ടുണ്ടെന്നുള്ളത് പലരും സാക്ഷ്യപ്പെടുത്തതായി പല വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് നേരിട്ടറിയില്ല, വാർത്തകളാണ്. പക്ഷേ ദേവസ്വം ബോർഡ് സെക്രട്ടറി കൊടുത്തതിനകത്ത് ഇങ്ങനെ, പക്ഷേ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം പ്രോപ്പറാണ്. കൊടുത്തപ്പോൾ എന്താ രേഖപ്പെടുത്തി നമുക്കറിയില്ല. ബോർഡ് എടുത്തിരിക്കുന്നത് ശാസ്ത്രീയമായ പരിശോധനയുടെ ഈ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി കൊടുക്കണമെന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വിശദീകരണത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സൂചിപ്പിച്ച പോലെ അത് പരിശോധിക്കണം. എങ്ങനെയാണ് ഈ സെക്രട്ടറിയുടെ ഉത്തരവിൽ ഇത് വന്നത് എന്ന കാര്യം കൂടി ഈ അന്വേഷണം, അതുകൊണ്ടാണ് സമഗ്ര അന്വേഷണം വേണമെന്ന് നമ്മൾ പറഞ്ഞത്.